ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ യെറ്റ് അനദർ വ്ളോഗാണ്. ഇതും നമ്മൾ ലുലു മാളിൽ പോകുന്നുണ്ട് ഈ ഒരു വ്ളോഗിലും. അപ്പം എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ് മടുത്തു. ഇവിടെ ഞങ്ങൾക്ക് മീൻസ് ഞങ്ങൾ മൂവിക്കൊക്കെ ബേസിക്കലി മൂവി കാണാനാണ് പോകുന്നത്. അപ്പം എന്തിനായാലും ഞങ്ങൾക്ക് ഈസി ലുലു ആയതുകൊണ്ടും അവിടെ എല്ലാം അവൈലബിൾ ആയതുകൊണ്ടും ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പം നമ്മളിന്ന് ARM കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഒരു രാവിലെ 8 മണിക്ക് എണീറ്റാണ് പോകുന്നത്. കാരണം വെച്ചാൽ 9 മണിക്കാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബിക്കോസ് എൻ്റെ അനിയൻ തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മൂവിക്ക് ബുക്ക് ചെയ്തു. ഇന്ന് വൈകിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ തിരിച്ച് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലത്തെ സിനിമയ്ക്കാണ് ബുക്ക് ചെയ്തത്. ബേസിക് സ്കിൻ കെയർ, ടിൻറ്റഡ് മോയ്സ്ചറൈസർ, കുറച്ച് ഓവറായിട്ടിരിക്കില്ല, AC അല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇച്ചിരി ഇതായിരുന്നാലും കുഴപ്പമില്ല. ബാക്കി കുഴപ്പമില്ല, ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ്. പക്ഷേ ഓയിലി സ്കിന്നാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എന്തിട്ടാലും ഒരു ഡാർക്കാവും അല്ലെങ്കിൽ ഒലിച്ചു പോകുന്ന ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ബ്ലഷ് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. രാത്രിയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, എന്നാൽ പോലും നോയ്സ് ഉണ്ട്. ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ഇവിടെ എയർപോർട്ട് ഏകദേശം അടുത്തായതുകൊണ്ട് ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇതിൽ കാണുമ്പോൾ എന്തോ കുറച്ച് ഓവറായിട്ട് തോന്നുമെങ്കിലും ഇൻ റിയൽ വലിയ കുഴപ്പമില്ല, എന്നാലും ഇച്ചിരി ഓവറാണ്. ഓക്കെ, പിന്നെ പോയി ഞാൻ കാപ്പി കുടിച്ചു. കാപ്പിക്ക് നമുക്ക് പുട്ടും ചിക്കൻ ഫ്രൈയുമാണ് ഉണ്ടായിരുന്നത്. എന്ത് കോമ്പിനേഷനാണെന്നൊന്നും അറിയത്തില്ല. ലൈക്ക് പുട്ടും ചിക്കൻ ഫ്രൈയും, സാധാ നമ്മൾ പുട്ടിനോട് എന്തെങ്കിലും നനവ് ഗ്രേവി അങ്ങനെ എന്തെങ്കിലും വേണ്ടേ, ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഒരു കോമ്പിനേഷൻ. ഓക്കെ, പിന്നെ നമ്മൾ നേരെ ലുലുവിലെത്തി. ഞങ്ങൾ അകത്ത് പാർക്ക് ചെയ്തില്ല, ഞങ്ങൾ ഓൾറെഡി ലേറ്റായി. ഞങ്ങൾ അകത്ത് പാർക്ക് ചെയ്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ പുറത്തിട്ടു. ഓക്കെ, ഞങ്ങൾ രാവിലെയല്ലേ പോയത്, അപ്പോൾ തിരക്കും ഉണ്ടായിരുന്നില്ല, ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി സെക്കൻഡ് ഫ്ലോറിൽ, ലിഫ്റ്റിലല്ല എസ്കലേറ്ററിൽ കയറി സെക്കൻഡ് ഫ്ലോർ എത്തി. നമുക്ക് തേർഡ് ഫ്ലോറിലാണല്ലോ, ഫുഡ് കോർട്ടിലാണല്ലോ PVR ഉള്ളത്, ആ ഒരു ഫ്ലോറിലും. അപ്പം ഞങ്ങൾ മുകളിൽ പോകാനുള്ള ലിഫ്റ്റെന്നെ വായിലായിരുന്നു, എസ്കലേറ്റർ ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നതും അത് വർക്കാവാൻ തുടങ്ങി. അങ്ങനെ അത്രയ്ക്ക് ഐശ്വര്യമായി. ഇതാണ് ആ സ്റ്റെപ്പ്. ഇപ്പം ഞങ്ങൾ ആ സ്റ്റെപ്പ് കണ്ടോ, ഇപ്പം സ്റ്റെപ്പ് കയറിപ്പോയി മുകളിലെത്തുമ്പോൾ കറക്റ്റ് അത് ഞാൻ ഷൂട്ട് ചെയ്തോന്ന് അറിയത്തില്ല, അത് സ്റ്റാർട്ടായി തുടങ്ങി. ഭയങ്കര ഐശ്വര്യമായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ എന്നെ തന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് രാവിലെ എണീറ്റ് പോകുമ്പോൾ എൻ്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരുമാതിരി നീരൊക്കെ വന്ന പോലെ എനിക്ക് ദേഷ്യം വരും ചില സമയത്ത് കാണുമ്പോൾ. പിന്നെ ഇത് അവിടുത്തെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രം. പിന്നെ വേറെ 2-3 കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നുള്ളൂ. സിനിമയ്ക്ക് വന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു 8:45 8:50 സമയത്ത് ആയപ്പോൾ തന്നെ അവിടെ എത്തി. പിന്നെ നമ്മൾ ARM ആണ് കാണാൻ പോയി, ടൊവിനോയുടെ. സൂപ്പർ ഫിലിമായിരുന്നു, മസ്റ്റ് വാച്ചാണ്. എൻ്റെ അമ്മോ, 3D തന്നെ കാണണം, ഗൂസ് ബംസ് വരും, എനിക്കിപ്പോഴും അതുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആസ് യൂഷ്വൽ മോമോസ് കഴിക്കാൻ പോയായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, വിശന്ന് പണ്ടാരടങ്ങിയോണ്ട് പോയി കഴിച്ചു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ബട്ട് കൊറിയർ ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ആലോചിച്ചത്. മീൻസ് ആ ഫുഡ് കഴിച്ചാൽ മത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും മറന്നേ പോയി. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നോ ഉള്ള കാര്യം ഓർത്തത്. ഓക്കെ, അപ്പം നമ്മൾ ഫോക്സ് ടെയിൽ എന്ന് പറയുന്നത് ഇപ്പം റീസെൻ്റ്ലി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങളാണ് വാങ്ങിച്ചത്. 2 മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, പിന്നെ നമുക്കൊരു ആക്നി കൺട്രോൾ ഫേസ് വാഷ് ഫ്രീ കിട്ടി. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, ഇത് രണ്ടും. അതായത് ഈ ഫ്രീ കിട്ടിയ ആക്നി കൺട്രോൾ ഫേസ് വാഷും ആ ഒരു ഇപ്പോൾ കാണിച്ച മോയ്സ്ചറൈസറാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ബാക്കി ആ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും അമ്മ വാങ്ങിച്ചതാണ്, അമ്മയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ പിന്നെ അത് വാങ്ങിച്ചപ്പോൾ അതെൻ്റെ ഒരു ലിപ് ബാം അതിനകത്തായിപ്പോയതാണ്. ഓക്കെ, അത് വാങ്ങിച്ചപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്ന പ്രൊഡക്റ്റാണ് ഈ Estee Lauderൻ്റെ ഈ ഒരു സിറം. ഈ സംഭവം എനിക്ക് ഫ്രീ കിട്ടി. സാമ്പിൾ സൈസാണ്, ഫുൾ സൈസൊന്നും അല്ല. ഫുൾ സൈസ് അത്യാവശ്യം 6000 സംതിങ് എന്തോ ഉണ്ട്. അപ്പം ഈ സംഭവം എനിക്ക് ഫ്രീ കിട്ടി, അപ്പം സോ ഹാപ്പി. ഇപ്പം നൈക്കിന്ന് ഇപ്പം ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രീ കിട്ടാറുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് പെപ്ലം ടോപ്പാണ്, ഒരു പിങ്ക് കളർ. എനിക്ക് പിങ്കിനോട് പിന്നെ തീരെ ഒബ്സഷൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അത് പിന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല, നൈറ്റ് ഡ്രസ്സാണ്, അതും പിങ്കായിരുന്നു. പക്ഷെ ഞാൻ റിട്ടേൺ കൊടുത്തു. റിട്ടേൺ വന്ന് എടുത്തിട്ട് പോയി. ഈ വീഡിയോ ഞാൻ ഷൂട്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് പോയി. പിന്നെ ആസ് യൂഷ്വൽ ക്ലീനിങ് എനിക്ക് ഇഷ്ടമാണെങ്കിലും ഞാൻ വലിച്ചു വാരി ഇടാറുണ്ട്. ഞാൻ വലിച്ചു വാരി ഇട്ടിട്ട് വീണ്ടും ക്ലീൻ ചെയ്യും, അതിൻ്റെ ഒരു ഹോബിയാണ്. നേരത്തെ കാണിച്ചത് ഞാൻ വാങ്ങിച്ചൊരു ടോട്ട് ബാഗാണ്. ഇപ്പം ഇങ്ങനത്തെ ബാഗ് ട്രെൻഡിങ് അല്ലേ. അപ്പം ഇതിൽ ഇപ്പോൾ കാണിച്ച ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഓക്കെ, അല്ലാതെ ആഡ് ചെയ്യാൻ എനിക്ക് മടിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പുറത്ത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. സൺസ്ക്രീനൊക്കെ ഇട്ട് ഫേസ് വാഷ് ചെയ്തു, മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു.
ഇപ്പം ഞാൻ റീസെൻ്റ്ലി വായിച്ചൊരു അറിവാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ഈ വൈറ്റ് കാസ്റ്റ് വരുന്ന സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ അതെന്തോ ഒരു പേര് പറയും, മിനറൽ സൺസ്ക്രീനോ അങ്ങനെ എന്തോ. ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ കിട്ടും. അതൊരു ലെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് അല്ലാതെ നമ്മൾ ഈ ഡോട്ട് ആൻഡ് കെയുടെ പോലത്തെ വൈറ്റ് കാസ്റ്റ് തരാത്ത സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ അതൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അങ്ങനെയുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതിട്ട് ഉടനെ പോകുന്നതുകൊണ്ട് ഞാൻ ആ വൈറ്റ് കാസ്റ്റുള്ള സൺസ്ക്രീൻ ഇട്ടു. അത് UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ്. എനിക്ക് എൻ്റെ ഡോക്ടർ തന്നതാണ്. എനിക്ക് സൺ അലർജി വരാറുണ്ട്, നന്നായിട്ട് എനിക്ക് സൺ അലർജി വരാറുണ്ട്. ഞാനും വെയിലും ഒരു കാലത്ത് സെറ്റ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ബേക്കറി കയറി. ബോളി വാങ്ങിക്കാനാണ് കയറിയത്. എനിക്ക് ബോളിയും പാൽപ്പായസവും എൻ്റെ ഫേവറേറ്റാണ്. ഇത് ഓണത്തിൻ്റെ ടൈമാണ് ഇപ്പോഴും, സ്റ്റിൽ ആ ഓണത്തിൻ്റെ ടൈമിലെടുത്ത വീഡിയോ ആണ്. സോ സദ്യയുടെയൊക്കെ സമയം കഴിഞ്ഞു അങ്ങനെ. ഓക്കെ, അപ്പം അത് വാങ്ങിച്ച കുറച്ച് സ്നാക്സൊക്കെയാണ് കാണിച്ചു തന്നത്. അതിലേക്ക് ഒരു മിൽക്ക് ബന്നോ ഈ സംഭവം അതെനിക്ക് കണ്ടപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ പക്ഷേ സാധനം, പക്ഷെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓക്കെയാണ്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ബോളിയും പായസവും ഫേവറേറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റീലെടുക്കാൻ പോയി. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മോഡലിംഗ് ഷൂട്ട് അതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേകം ക്യൂരിയോസിറ്റി ഉണ്ട്. ഈവൻ ദോ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഐഫോണിനെ പറ്റിയിട്ടുള്ള ക്യാമറ ഇത് ഞാൻ പഠിച്ച് വരണതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം മണ്ടത്തരാണ് കാണിക്കുന്നത്. ഒന്ന് ശരിയാകുമ്പോൾ അടുത്ത പോകും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കാണിക്കണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഓക്കെ, ഇപ്പം ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് രാവിലെ ഇട്ട പോലെ തന്നെ ടിൻഡർ മോയ്സ്ചറൈസർ ബ്രഷ്, എൻ്റെ ഗോ ടു മേക്കപ്പ്. പിന്നെ എൻ്റെ കസിൻ്റെ മോള് സൈഡിലിരിപ്പുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു കുഞ്ഞി കയ്യും കുഞ്ഞി കാലൊക്കെ നിങ്ങൾ കാണാം. അവളെ ഞാൻ ടേബിളിൻ്റെ പുറത്തോട്ട് ചിരുത്തേക്കാണ്. അവൾക്ക് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്യുന്ന കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കണ്ടോ തല വന്നില്ലേ, അവളാണ് അവിടെ ഇരിക്കുന്നത്. സിമ്പിൾ ആൻഡ് കുറച്ച് ലിപ്സൊക്കെ ഇത്തിരി ബോൾഡായിട്ട് കൊടുത്തിട്ട് മേക്കപ്പ് ഇട്ടു. പേടിക്കേണ്ട, ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞ് സാരി, ഇതായിരുന്നു എൻ്റെ കോമ്പിനേഷൻ. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ റീലെടുത്ത് വന്ന് ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, അവിടെയും പോയി. ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.